ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ മധുരൈ മീനാക്ഷി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോണ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ അധികം നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ തിരുനെൽവേലിയിൽ നിന്ന് ട്രെയിനിനാണ് കേട്ടോ പോണത്. തിരുനെൽവേലിയിൽ നിന്ന് മധുര ഒരു 3-4 hours കേട്ടോ ട്രാവൽ വരുന്നത്. അതിപ്പോൾ നമ്മൾ ട്രെയിനിലാണോ ബസ്സിലാണോ ഇല്ല നമ്മൾ സെൽഫ് ഡ്രൈവിങ്ങിലാണോ പോണത് എന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് ട്രെയിനിലാണ് പോണേ. അപ്പം നമ്മൾ മധുര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 2 kilometers 1.5 kilometers ഒക്കെ കാണുള്ളൂ കേട്ടോ. 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് നടന്ന് അമ്പലത്തിലെത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് വന്ന് ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എത്താൻ പറ്റും കേട്ടോ. എന്താ ഒരു ആംബിയൻസ് അറിയാം, നല്ല ഭംഗിയാട്ടോ കാണാൻ. എൻട്രൻസ് അതേപോലെ ഗോപുരം ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം നമുക്ക് മീനാക്ഷി അമ്മ ടെമ്പിളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മീനാക്ഷി സുന്ദരേശൻ എന്ന് പറയുന്ന ഭഗവതിയും ഭഗവാനുമാണ് കേട്ടോ. അതായത് പാർവതി ദേവിയും ശിവഭഗവാനുമാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ പ്രധാന ക്ഷേത്രത്തിൻ്റെ ഒരു ആൻഷ്യൻ്റ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആർക്കിടെക്ചറാണ് കേട്ടോ വരുന്നത്. അപ്പം ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആർക്കിടെക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 12ാം സെഞ്ച്വറി മുതൽ ഒരു 17ാം സെഞ്ച്വറി വരെ ബിൽഡ് ചെയ്തതാണ് കേട്ടോ. ഏകദേശ കണക്ക് പടി നോക്കുമ്പോൾ 14 ഗോപുരങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ അത്. അതിലേറ്റവും ഉയരം കൂടിയ ക്ഷേത്രത്തിന് 170 അടി ഉയരമുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ഉയരം കൂടിയ ഗോപുരം കേട്ടോ. ഈ ഒരു അമ്പലത്തിലാണ് നമ്മളുടെ പ്രശസ്തമായിട്ടുള്ള 1000-കാൽ മണ്ഡപം എന്ന് പറഞ്ഞ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. അതായത് 1000 തൂണുകൾ ഉപയോഗിച്ച് കെട്ടിയ ഒരു മണ്ഡപം മധുര മീനാക്ഷി ക്ഷേത്രത്തിലുണ്ട്. അതേപോലെ താമരക്കുളം എന്ന് പറയുന്ന ഒരു കുളവും വന്നിട്ട് മധുര മീനാക്ഷി അമ്മന് സ്വന്തമാണ് കേട്ടോ. നമ്മൾ താമരയുടെ ഷേപ്പിലുള്ള ഒരു കുളമാണുള്ളത്. അതും പ്രശസ്തമായിട്ടുള്ള ഒരു ഹൈലൈറ്റാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ. പൂജാനുഷ്ഠാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡെയിലി 6 നേരം പൂജ നടക്കുന്ന റയറായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ മധുര മീനാക്ഷി ക്ഷേത്രം. ഇവിടെ പൂജിച്ച് വാങ്ങിയ താലി കഴുത്തിൽ കെട്ടുന്നത് അത്രയും ഇമ്പോർട്ടൻസും അത്രയും അനുഗ്രഹമുള്ളതുമാണെന്നാണ് തമിഴ്നാട്ടുകാർ വിശ്വസിക്കുന്നത്, പറയപ്പെടുന്നത് കേട്ടോ. നല്ല ദർശനമായിരുന്നു കേട്ടോ. നമുക്ക് ദേവീനെ ശരിക്കും തൊഴാൻ പറ്റി. നമുക്ക് കുറച്ച് സ്പെഷ്യൽ പാസസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് തന്നെ ദേവിയെ തൊഴാൻ പറ്റി കേട്ടോ. അപ്പം ആർക്കെങ്കിലും റോഡ് മാപ്പിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം മധുരയിൽ വന്നപ്പോൾ നമ്മൾ കഴിക്കണമെന്ന് വിചാരിച്ചിരുന്ന 2 സാധനങ്ങൾ അത് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം അതാണ് കേട്ടോ അടുത്ത പ്രോഗ്രാം. നമ്മൾ ജിഗർദണ്ഡ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് ഒക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ജിഗർദണ്ഡ എല്ലായിടത്തും കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ മധുരയിലാണ് കേട്ടോ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിച്ചു. ഇനിയും വേറൊരു ഐറ്റം കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ തിരുപ്പൂർ വർക്ക് ചെയ്യുമ്പോൾ ഗാർമെൻറ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഷോപ്പിൽ നിന്ന് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസ് വന്നിട്ട് മധുരയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മധുരയിൽ തേടി പിടിച്ച് വന്നേക്കുവാണ്. വേറെ ഒന്നുമല്ല, മുരിങ്ങയിലിട്ട പൂരി കേട്ടോ. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? മുരിങ്ങയില ഇട്ടിട്ടുള്ള റൈസ്, ഗോതമ്പല്ല റൈസ് വെച്ചിട്ടുള്ള പൂരിയാണ് കേട്ടോ. മുരിങ്ങയിലും റൈസും കൂടി ഉള്ളത്. ടേസ്റ്റ് എന്ന് വെച്ചാൽ മക്കളെ ഇതാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മധുര വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ 2 ഐറ്റം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പാഴ്സലും ബോണ്ടയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാഴ്സൽ. അപ്പം ചുടാ പൂരി അമേസിങ്. അപ്പം നിങ്ങൾ ആരെങ്കിലും മധുരയിൽ പോകുന്നുണ്ടെന്ന് വെച്ചാൽ, മീനാക്ഷി ടെമ്പിളിൽ പോകാനായിട്ട് പോകുന്നുണ്ടെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും വഴിയുടെ കാര്യത്തിലോ എത്ര കോസ്റ്റ് ആവും നമുക്ക് പോകാൻ, അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലുള്ള ടിപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. മാത്രമല്ല മധുര സ്ട്രീറ്റ് ഫുഡൊക്കെ അമേസിങ് ആണ് കേട്ടോ. അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ ലൈറ്റായിട്ട് നമ്മൾ അതും കൂടി എക്സ്പീരിയൻസ് ചെയ്ത് വരാം. നമ്മൾ ഏത് സിറ്റി പോയാലും അവിടുത്തെ ഒതൻറ്റിക് ഫുഡ്സൊക്കെ ട്രൈ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ട്രാവലിന് നമുക്കൊരു മെൻ്റലി സന്തോഷം ഉണ്ടാകണം കേട്ടോ. അപ്പം അതൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, പോകാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ട് വെച്ചാൽ ഒരു റോഡ് മാപ്പ് വേണം, അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.